അബ്ദുറഹ്മാൻ പറയേണ്ട കാര്യമാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. CPM അവരുടെ അവരുടെ നിലപാട്, CPM ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്. ഇവിടുത്തെ വർണ്ണാശ്രമ ധർമ്മം നിലനിർത്താൻ വേണ്ടി പോരാടുന്ന RSSന് അനുകൂലമായി നിലകൊള്ളുകയാണ് CPM. കാരണം അതിൽ കീഴാള ഹിന്ദുക്കളാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇരകളായി വരുന്നത്. ആ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും CPMന് അടക്കമുള്ള ഒരു പൊതുബോധം അവരെ കൂടെ നിർത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ മുസ്ലിം വിരോധം അവരുടെ പേരിൽ പേടിപ്പിച്ച് അല്ലെങ്കിൽ ഒരു മുസ്ലിം വേണ്ടി ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അബദ്ധം അവർ ചെയ്യുന്നു, അവർ അബദ്ധം ആവർത്തിക്കുകയാണ്, വേറൊന്നുമല്ല. വ്യക്തിപരമായിട്ട് മന്ത്രങ്ങൾ നോക്കി പിന്തുണയ്ക്കുന്നത് എന്നതിന് പകരം അടുത്തൊരു തെരഞ്ഞെടുപ്പോടെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്കുള്ള ഒരു നയരൂപീകരണം SDPI പദ്ധതി ഇടുന്നുണ്ടോ? അത് ആ സമയത്ത് നമുക്ക് ഇനി സമയമുണ്ടല്ലോ, 17 മാസം ബാക്കിയുണ്ട്. നമുക്ക് അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ പൊതുവെ അത്ര ഒരു പൊളിറ്റിക്സ് വരാറില്ല. പഞ്ചായത്തുകൾ പറഞ്ഞാൽ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റാണ്, പ്രാദേശിക ഗവൺമെൻറ്റുകളാണ്. പ്രാദേശിക ഗവൺമെൻറ്റുകളിൽ അതാത് ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ നമുക്കറിയാമല്ലോ, കേരളത്തിലും മലപ്പുറം ജില്ലയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ട്, മുമ്പത്തെ ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത് മുന്നണി സമവാക്യങ്ങൾ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി വരാറുണ്ട് പഞ്ചായത്തിൽ. അങ്ങനല്ലേ? നമ്മൾ അവരുമായി ഒരു കൃത്യമായ ഒരു ചാർട്ട് ഓഫ് ഡിമാൻഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ സഖ്യം ചെയ്യുമ്പോഴല്ലേ നമുക്ക് അങ്ങനെ പരാതി പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയൊന്നും അവരുമായി ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് BJP അല്ലാത്ത ആരുമായി സഹകരിക്കാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ടാണത്. പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ രൂപപ്പെടുന്ന സഖ്യം ഏതാണെങ്കിലും BJPയെ മാറ്റി നിർത്തി ഏത് സഖ്യത്തിലും നമുക്ക് അവിടെ സഹകരിക്കാം. അത് യാതൊരുവിധ പരിധിയോ പരിമിതിയോ ഒന്നുമില്ല. BJPയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഏത് ധാരണക്കും പഞ്ചായത്ത് നമ്മൾ സന്നദ്ധമാണ്. അതൊരു ജില്ലാതലത്തിലോ സ്റ്റേറ്റ് തലത്തിലോ ഉണ്ടായി വരേണ്ട ഒന്നല്ല. അത് തീർത്തും അതാത് പ്രാദേശികമായി അവിടുത്തെ പഞ്ചായത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വരുന്ന കാര്യങ്ങളാണ്. ഓരോ പഞ്ചായത്തിലും ഓരോ ഭരണസമിതി ആയിരിക്കും, അവിടെ വികസന കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും, ജനദ്രോഹമായിരിക്കും. അതിൻ്റെ ഒരു ജനകീയ കൂട്ടായ്മ വരുമ്പോൾ നമ്മളതിന് കൂടെ നിൽക്കും. അങ്ങനെയാണ് ഇത് വരിക. സാമ്പാർ മുന്നണി ഒരു അപമാനമാണ് എന്ന് ഒരു പാർട്ടിയും ഇവിടെ പറയുന്നില്ലല്ലോ. ഇവിടെ CPM ഉണ്ടാക്കിയിരുന്നു, ലീഗ് ഉണ്ടാക്കിയിരുന്നു, കോൺഗ്രസ് ഉണ്ടാക്കിയിരുന്നു. സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരേ നിലവിലുള്ള ഒരു ചേലിൽ നിന്ന് പിന്നെ അങ്ങോട്ട് മാറി മാറി നിൽക്കുക എന്നുള്ള അർത്ഥമല്ലേ ഉള്ളൂ. അതൊരു അപമാനമാണ് എന്ന് അങ്ങനെ ഇവിടെ ഒരു രാഷ്ട്രീയം ഉണ്ടോ? ഈ പറയുന്ന പോലെ ഒരു വോട്ട് ബാങ്ക് ശക്തിയാവാൻ ഇപ്പോഴും SDPIക്ക് സാധിച്ചിട്ട് എത്ര വർഷമായിട്ടുള്ളതെങ്കിൽ ഒരു ആകത്തുക അങ്ങനല്ല. വോട്ട് ബാങ്ക് SDPIക്ക് കൃത്യമായ ഒരു പാർട്ടി ഘടനയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു കരിസ്മാറ്റിക് ലെവലിൽ അങ്ങനെ ആൾക്കൂട്ടം ഉണ്ടാവുകയും ആ ആൾക്കൂട്ടം ഒരു വോട്ട് ബാങ്കായി മാറുകയും ചെയ്യുന്ന രീതി SDPIയെ സംബന്ധിച്ചിടത്തോളമില്ല. ഇത് കൃത്യമായി ഘടനാപരമായി ബ്രാഞ്ച്, പഞ്ചായത്ത്, മണ്ഡലം, ജില്ല, സ്റ്റേറ്റ്, നാഷണൽ അങ്ങനെയാണ്. നമുക്ക് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ 16 വർഷം കൊണ്ട് കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ ഒരു പാർട്ടിക്ക് ഈ തൊട്ടടുത്ത 16 BJPയുടെ വളർച്ച ഞാൻ തള്ളിക്കളിയല്ല, എന്നാലും ഒരു 16 വർഷം കൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഈ രീതിയിൽ ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പിൻ്റെ സഹായമില്ലാതെ ഘടനാപരമായി വളർന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് SDPI. 21 സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടിയുണ്ട്. 9 സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പങ്കാളിത്തമുണ്ട്. രാജസ്ഥാനിൽ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, തമിഴ്നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, കർണാടകത്തിലുണ്ട്, ഒട്ടുമിക്ക മറ്റ് പല സംസ്ഥാന UPയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ബാംഗ്ലൂർ കോർപ്പറേഷനിൽ അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SDPIക്കാരനായിരുന്നു. ജാർഖണ്ഡിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അപ്പോൾ ഒരു ഘടനാപരമായി വളർന്നു വരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അങ്ങനെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടിയുമല്ല. അങ്ങനെ ഒരു വോട്ട് ബാങ്ക്, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിൽക്കുന്ന വോട്ട് ബാങ്ക് ഉണ്ട്. അത് വളർത്തി കൊണ്ടുവരികയാണ്, അത് ശക്തിപ്പെടുത്തുകയുമാണ്. സാമുദായിക സംഘടനകളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഇപ്പോഴും SDPIയുടെ വോട്ട് വാങ്ങിയെന്ന് പോലും പറയാൻ അത് നാണക്കേടായി
ഇപ്പോഴും ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അവർ ആ രീതിയിലാണ് അതിൻ്റെ നിലപാട് സ്വീകരിക്കുന്നത്. എസ് ടി പിയുടെ വോട്ട് ഞങ്ങൾ വാങ്ങിയെന്ന് പറയുന്നവരും ഒരു നാണക്കേടായി സ്വീകരിക്കുന്നു. മറുഭാഗത്ത് എസ് ടി പി ഇപ്പോൾ തീവ്ര സംഘടനയാണ് ഇതിൽ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അത് ഇപ്പോഴും ഈ 16 വർഷമായിട്ട് പോലും അത് തിരുത്താൻ കഴിയുന്നില്ല എന്നൊരു സാധനം ഇപ്പോഴും എസ് ടി പി തമിഴ്നാട്ടിൽ AIDMK-യുമായിട്ടായിരുന്നു STP സഖ്യം ചെയ്തത്, പരസ്യമായ സഖ്യം. തമിഴ്നാട്ടിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്നെ ദിണ്ടിഗൽ മണ്ഡലത്തിൽ STPയുടെ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് നെല്ലൈ മുബാർക്ക് മത്സരിച്ചു. AIDMK-യുടെ സകല നേതാക്കന്മാരും എല്ലാ ഇലക്ഷൻ ക്യാമ്പയിനിലും പങ്കെടുത്തു. അതുപോലെ തന്നെ സ്റ്റേറ്റിലെ മറ്റ് AIDMK-യുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി STPയും വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർണാടകത്തിലൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഈ രീതിയിലുള്ള സഖ്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. കേരളത്തിൽ മതസംഘടനകൾ വോട്ട് ചോദിക്കുന്നില്ലല്ലോ. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾ പിന്നെ സ്ഥാനാർത്ഥി എന്നുള്ളതൊക്കെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അതൊക്കെ ഇനി മാറി വരും. STPയെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ മുന്നണികൾക്ക് അങ്ങനെ പിന്നെ ഒരു ഏകപക്ഷീയമായ വളർച്ച അല്ലെങ്കിൽ ഒരു വിജയസാധ്യതയൊന്നും ഇന്ന് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ആ വളർച്ച അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് പ്രതിഫലിക്കുന്ന ഒരു മുന്നേറ്റം ഞങ്ങൾ കാഴ്ചവെക്കും.